ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം വിവാദങ്ങളിൽ ഒന്നും പെടാതെ പ്രോഗ്രാമുകളും ഡാൻസുകളുമാക്കി രേണു നടക്കുകയായിരുന്നു. ഷോയിൽ നിന്ന് തിരികെ വന്ന് ഫോണൊക്കെ കൈ കിട്ടിയതോടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടതോടെ ട്രോമയൊക്കെ പോയി പഴയ റിയാലിറ്റിയിലേക്ക് രേണു തിരിച്ചു വന്നു. അതോടെ ബിഗ് ബോസ് ഫ്രെയിം എന്ന രീതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രേണു ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണോ പണ്ട് ചെയ്തിരുന്നത് അതുതന്നെ ആവർത്തിച്ച് ലൂപ്പിലേക്ക് കയറണമെന്നും രേണുവിന് മനസ്സിലായി. അതിനിടയിൽ 2-3 ദിവസമായി രേണുവിന് കുറച്ച് ചില പോസ്റ്റുകൾ കാണുന്നുണ്ട്. രേണുസുതി ദുബായിൽ ബാർ ഡാൻസറായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് കണ്ടത്. ശേഷം രേണുവിൻ്റെ ഇൻസ്റ്റ നോക്കിയപ്പോൾ ചില വീഡിയോകളും കണ്ടു. ബാർ ഡാൻസറാണെന്നോ വിഷയമാണോ എന്ന് ചോദിച്ചാലും അതൊരു പ്രൊഫഷണലാണ്. ഒരുപാട് പേർ രേണുവിനെ വിമർശിക്കുന്നത് കണ്ടു. അവരുടെ ലൈഫാണ്. അതുകൊണ്ട് രേണു എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ. ചിലപ്പോൾ ഇതാണ് അവിടെ എന്ന് അറിയാതെ കയറിപ്പോയതാകും. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കയറിപ്പോയതാകും. ബാറ്, പബ്ബ് സെറ്റപ്പാണെന്ന് അവിടെ എത്തി കഴിഞ്ഞ ശേഷമായിരിക്കും മനസ്സിലായത്. എന്നാൽ പ്രൊഫഷണൽ എത്തിക്സ് രേണുസുതി കീപ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായി പ്രൊമോഷനും ചെയ്യുന്നുണ്ട്. ഈ ഒരു വിവാദം കാരണം രേണുവിനെ ദുബായിലേക്ക് കൊണ്ടുപോയാലും ഹാപ്പിയായി കാണും. പ്രതീക്ഷ പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദുബായിലേക്ക് ക്ഷണം വന്നിട്ടുണ്ട് രേണു പറഞ്ഞിരുന്നു. ഇനാഗുറേഷൻ അല്ല പ്രൊമോഷനായിട്ടാണ് പോയത്. റെസ്റ്റോറൻ്റ് ആണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരാറുണ്ട്. ഇത് സ്വീകരിക്കണോ വേണ്ടായോ എന്നത് നമ്മുടെ ചോയ്സാണ്. നല്ല പേയ്മെൻറ്റും ആൾക്കാർ വാഗ്ദാനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് രേണുവിൻ്റെ ദുബായിലേക്കുള്ള പോക്കും. ബാർ ഡാൻസ് കളിക്കുമ്പോൾ പോക്ക് കേസാണെന്ന ധാരണ കേരളത്തിൽ ചിലർക്കുണ്ട്. ദുബായിലെ പബ്ബിൽ ഫാമിലീസ് തന്നെ ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും വരാറുണ്ട്. ഡ്രസ്സില്ലാതെ രേണു തുള്ളുന്നില്ലല്ലോ. ബിഗ് ബോസ് കൊണ്ടൊന്നും ഒന്നും ആയില്ല. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാണും. എന്തായാലും ഫേമസ് ആവേണ്ടി പോയി ഡാൻസ് കളിക്കില്ലല്ലോ. പൈസയ്ക്കാണ് അവർ പോയത്. ഇതുവരെയുള്ള രേണുവിൻ്റെ രീതികൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കാം, ലൈഫ് മുന്നോട്ട് പോകണം എന്ന ഒറ്റ വാശിയോടെയാണ് രേണു പോകുന്നത്. അതിന് അവർ കുറ്റം പറയുകയും ചതിക്കുന്നതും നല്ലത് പറയുകയും സങ്കടപ്പെടുകയും പൈസ ഉണ്ടാക്കണം എന്ന ലക്ഷ്യമേ രേണുവിനുള്ളൂ. അവർ അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്, കാണിച്ചിട്ടുമുണ്ട്. പൈസ ഉണ്ടാക്കാൻ ആരെയും കൊല്ലുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. ബാർ ഡാൻസർ എന്നൊരു പ്രൊഫഷണലാണ്. അതിലൂടെ പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുമുണ്ട്. ആണും പെണ്ണും ഈ തൊഴിൽ ചെയ്യുന്നുമുണ്ട്. ആർക്കറിയാം അവിടെ നിന്ന് ക്ലിക്കായ രേണു വൻതിരിയുള്ള ബാർ ഡാൻസർ ലക്ഷങ്ങൾ സമ്പാദിച്ച് ലൈഫ് സെറ്റാക്കിയാലോ എന്ന് പറയാൻ പറ്റില്ല.